By night, on my bed I saw him whom my soul loveth. I sought him, but I found him not to I. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐ എം സ്പിരിച്വൽ നോട്ട് റിലീജിയസ് എന്ന് പറയുന്നവർക്ക് അപ്പൊ എന്തായിരിക്കും പറ്റുന്നത്? അത് നമുക്കൊന്ന് ഇനി അതൊന്ന് ആലോചിച്ചാലോ. അപ്പൊ അവരുടെ ദൈവം എന്തായിരിക്കും? ഞാനൊരു യൂത്തിന്റെ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞപ്പം കണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനോ അവന്റെ ഫ്രണ്ടിനോ ഒരു മറ്റ് മതത്തിലുള്ള ഒരു കുട്ടീനെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അവൻ എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മുടെ ഇതില് ഒരേ വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അവൻ ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവം സ്നേഹമല്ലേ, ദൈവം സ്നേഹിക്കാനല്ലേ പറഞ്ഞേ, അപ്പൊ എന്താണ് ഒരു കുഴപ്പം ഞാൻ വേറൊരു ഇതിലുള്ള ആളെ സ്നേഹിച്ചാലെന്ന്. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ കൊച്ചിനെ കല്യാണം കഴിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടില് അതിനെ പെട്ടെന്ന് ഒരു അപ്രൂവൽ കിട്ടില്ല. അവൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ അവൻ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ്, ദൈവം സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ദൈവത്തിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തു, ചെറുതായിട്ട് അല്ലേ? അപ്പൊ അവൻ എന്ത് ചെയ്തു, അവന് ഇഷ്ടമുള്ള രീതിയിൽ അവനൊരു ദൈവത്തെ ഉണ്ടാക്കി. ഇപ്പം ഇനി അതിന്റെ വേറെ രൂപം, ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോണില്ലെങ്കിൽ എന്താ, ഞാൻ കുമ്പസാരിക്കേണ്ട ആവശ്യം എന്താ, ഞാൻ ദൈവത്തിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, ദൈവം എല്ലാം കേൾക്കുന്നവനല്ല, ദൈവം അനാദിയാണ്, അശരീരിയാണ്, അരൂപിയാണ്, ദൈവം എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇതിലൊക്കെ ഞാൻ ദൈവത്തിനെ കുറിച്ച് എന്തെങ്കിലും അല്ലെ, അതായത് എനിക്ക് ദൈവമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്, അതിന്റെ ഇടയിൽ ഇപ്പൊ ആരും വേണ്ടാന്നുള്ള ഒരു തോട്ടൊക്കെ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാനൊരു ദൈവത്തെ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു, അത് സ്വാർത്ഥതയും ഞാൻ ചെയ്യുന്ന തിന്മ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാപത്തെ ന്യായീകരിക്കാൻ പറ്റിയ ഒരു മൊറാലിറ്റി സ്വയമായി ഉണ്ടാക്കി, അതാണ് ദൈവം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതുപോലെയുള്ള സെറ്റപ്പ് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നമ്മളിങ്ങനെ കട്ടിക്ക് പറയാതെ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാവണ പോലെ ഇങ്ങനെയൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ പറഞ്ഞ പോലെ പള്ളിയിൽ പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം വന്നൊരു കാര്യം. അപ്പൊ അതിൽ പറഞ്ഞു ഞാനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഞാനെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇതൊന്നും ചെയ്യാതിരിക്കുമ്പം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പോകുമ്പം എന്തിനാ ഞാൻ പോകേണ്ടത് എന്ന് പറയുന്നത് എഗെയിൻ ഞാൻ ചെയ്യുന്നുണ്ട്, ദൈവം പറഞ്ഞതെല്ലാം ചെയ്യുന്നുണ്ട്, എഗെയിൻ അതൊരു കസ്റ്റമൈസേഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സാന്ദ്ര? ഇപ്പൊ എന്റെ സുഖങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് ഞാനും ദൈവവും തമ്മിലൊരു ബന്ധമുണ്ട്, ഞങ്ങൾക്കത് മതി എന്നുള്ളതിനേക്കാൾ അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മള് ചില തെറ്റുകളും അത് ദൈവത്തിന്റെ പേരിൽ ഇത് ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്താലും ഞാനും ദൈവം ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തിനാ മറ്റു പ്രാർത്ഥന എന്നൊരു ഇത് വരും. അപ്പം ചില തെറ്റുകളെയും ന്യായീകരിക്കാൻ ദൈവത്തെ കൂട്ടുപിടിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ ഒരു വിഷയം വേണമെങ്കിൽ മാറാം. ഒരിക്കലും ഈ നമ്മള് ദൈവവും ഞാനും ഉണ്ട് എന്നതിനേക്കാൾ അപ്പുറം അത് എങ്ങനെ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെ മുതിർന്നവരാണ് ഇപ്പൊ ചെറുപ്പം തൊട്ട് ഓരോ കാര്യം ചെയ്യും, ഇപ്പൊ പല്ലേപ്പിക്കുകയാണെങ്കിൽ കുളിപ്പിക്കുന്നതാണെങ്കിലും അത് ചെറുപ്പത്തിലെ നമ്മളെങ്ങനെ ചെയ്ത് തന്ന് അതിന്റെ ആവശ്യകത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സഭ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ആദ്യം നമ്മൾ LKG പിള്ളേരെ കൊണ്ടിരുത്തുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരെ കൊണ്ടിരുത്തുമ്പോൾ കുരിശ് വരയ്ക്കാനാണ് പഠിപ്പിക്കുന്നത്. അതേ കൊച്ചിനെ ഒരു 10 വയസ്സാകുമ്പോൾ ആ കൊച്ചു താനെ വരയ്ക്കും. കാരണം ആ കൊച്ചിനെ അറിയാം പള്ളിയിൽ ഈശോ നമ്മളെ കാത്തിരിക്കുന്നു, അപ്പൊ ഈശോയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ചെയ്യുന്നു. അത്തരത്തിൽ ഇപ്പൊ ഈ പ്രാർത്ഥനയുണ്ട്, കുർബാന, വിശുദ്ധ കുർബാന നമ്മൾ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, കുരിശ് വരയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഫോർമേഷനാണ്. നമ്മുടെ ഭാവിയിലേക്കുള്ള, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ പുഷ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോ ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ അതൊരു ഫോഴ്സ് ചെയ്യാതെ അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യകതയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ബലമാണ്, അല്ലെങ്കിൽ ഈശോയിലേക്ക് ഏറെ അടുപ്പിക്കുന്ന ഒരു ആയുധമാണ് പ്രാർത്ഥന എന്ന രീതിയിലേക്ക് അത് മാറുമ്പോഴാണ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ദൃഢമാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോയൽ, നിനക്ക്? സിസ്റ്ററെ, യേശുവിനെ ഇത്രയധികം ഒരു സ്നേഹിക്കുന്നു എന്നല്ലേ പറയുന്നത്? സ്നേഹത്തിൽ കസ്റ്റമൈസേഷൻ ഇല്ലല്ലോ. അപ്പോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതല്ലോ, അയാളെ അറിഞ്ഞ് അയാൾ പറഞ്ഞത് കേട്ട് അങ്ങനെയല്ലേ നമ്മൾ അയാളെ സ്നേഹിക്കുക. ശരിയായ സ്നേഹത്തിൽ കസ്റ്റമൈസേഷൻ ഇല്ല. അപ്പൊ അതുപോലെ ഈശോ പറഞ്ഞതിനകത്തും ഈശോ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കൊള്ളാം,
അത് ഞാൻ കേൾക്കാം. ഈശോ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇത്തിരി പാടാണ്, അത് ഇത്തിരി നീക്കി വെക്കാം. ഈശോ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ ചെയ്യാനേ പറ്റില്ല, അത് വേണ്ട. അങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ വരുമ്പോ നമ്മൾ ശരിക്കും ഈശോനെ അറിഞ്ഞിട്ട് തന്നെയാണോ ആ സ്നേഹിക്കുന്നത്? റൈറ്റ്. അത് കൊള്ളാം. സിനൻ? അല്ല, ജോലേട്ടൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അങ്ങനത്തെ ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മളായിട്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ? ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ദൈവത്തിന് വെക്കുന്നു, എന്റെ ദൈവം ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ട് ആ ദൈവം പറഞ്ഞ, സിസ്റ്റർ പറഞ്ഞ പോലെ 10 കൽപ്പന പാലിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള ആ കോണ്ടെക്സ്റ്റിന്റെ ബോധ്യം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നു ശ്രീ കസ്റ്റമൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോ, ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കസ്റ്റമൈസ് ആയിട്ട് എനിക്ക് ദൈവത്തിനെ കിട്ടുന്നില്ലെങ്കിൽ, അതായത് ഞാൻ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം അല്ല അവിടെ റൺ ആകുന്നതെങ്കിൽ ചിലപ്പം അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ള ടെൻഡൻസിയും ഉണ്ട്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കണം, ദൈവം എനിക്ക് നടത്തി തരണം, ഇന്ന പോലെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് നടക്കാതിരിക്കുന്നു. അപ്പൊ അതായത് എന്റെ കസ്റ്റമൈസേഷൻ അവിടെ വർക്കാകുന്നില്ല. വർക്കാകാതിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാത്തൊരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതലും മുഴുവൻ വരുന്നത് ഞാൻ തന്നെയാ. ഈശോ ദൈവം എന്നുള്ള ഒരു ഇത് വരുന്നേ ഇല്ല. സാന്ദ്ര? അല്ല, ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ അത് ദൈവത്തിന് മീൻസ് അപ്പൊ അവിടെ ദൈവം എന്ന് പറഞ്ഞൊരു ഇത് വരുന്നില്ലല്ലോ. മീൻസ് എന്റെ ഒരു ആവശ്യം ഞാൻ ചോദിച്ചു, ദൈവം എനിക്ക് തന്നില്ല, എന്നാ ദൈവത്തെ വേണ്ടെന്നുള്ള ആ ഒരു ഇതല്ലല്ലോ. അത് നമുക്ക് മനുഷ്യന്മാരിലും പോസിബിൾ ആണ്, ഫ്രണ്ട്സിൽ പോസിബിൾ ആണ്, മറ്റു സാധനങ്ങളിൽ പോസിബിൾ ആണ്. പക്ഷെ ദൈവം എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചു, ദൈവം എനിക്ക് തന്നില്ല, ഓക്കെ, അത് നല്ലതിന് വേണ്ടി പരിണമിപ്പിക്കും എന്ന ഒരു പ്രത്യാശയോടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായി, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ മനസ്സ് കൈവിടുന്ന എന്തെങ്കിലും ഒരു അവസ്ഥകൾ ഉണ്ടായി, എന്നിട്ടും ദൈവം എന്തിനാ എനിക്ക് ഇത്രയും വിഷമം തന്നത് എന്നതിനേക്കാൾ ഉപരി ആ ഒരു സിറ്റുവേഷൻ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി ഈശോയിലൂടെ മറികടക്കുമ്പോഴാണ് ദൈവവും ഞാനും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിന് അർത്ഥമുണ്ടാവുന്നത്, അല്ലെങ്കിൽ ദൈവം എന്നൊരു ഇതിന് അർത്ഥമുണ്ടാവുന്നതെന്ന് എനിക്കിപ്പോ ചേച്ചി പറഞ്ഞപ്പോ തോന്നിയതാണ്. അതെ, എനിക്ക് തോന്നുന്നത് അറിയാം. അതായത് ഈ ഒരു സെയിം സിറ്റുവേഷനെ, ഒരേ സിറ്റുവേഷനെ 3 രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നതെന്തോ എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ആഗ്രഹിച്ച സംഭവങ്ങൾ വർക്കാകാതിരിക്കുമ്പോൾ സാരമില്ല, സഹനങ്ങളല്ലേ, ദൈവം തന്നതല്ലേ, ദൈവം എന്നെ സൃഷ്ടിച്ചത് ഇതിലെല്ലാം സഹിച്ച് ഇതെല്ലാം അനുഭവിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ അടുക്കുന്നു, കുറച്ചുകൂടെ ദൈവത്തിലേക്ക് അടുക്കുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് റണ്ണാവുന്നില്ല, വർക്കാവുന്നില്ല എന്നെനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് തള്ളി മാറ്റുന്നു. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച കാലം മുതലേ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്നിൽ ഇംബൈബ് ചെയ്ത് ഈ വിശ്വാസങ്ങൾ, മോറലുകൾ, അല്ലെങ്കിൽ എന്റെ മതത്തിന്റെ എന്റെ വിശ്വാസങ്ങളെല്ലാം ദൈവം എന്താണ്, സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു തന്ന വിശ്വാസം എന്നെ നിൽക്കുന്നുണ്ട് ഒരു സൈഡില്. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടന്നു, ഞാൻ ആഗ്രഹിക്കാത്ത പോലെ നടന്നു. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിനെ വേണ്ട വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ദൈവത്തിനും തള്ളി വെക്കും. ഇങ്ങനെ എന്നോട് ദൈവം കാണിച്ചല്ലോ എന്ന രീതിക്ക് ഒരു പരിഭവം, ആ പരിഭവത്തിന്റെ ലെവൽ ചിലപ്പോൾ കൂടാം കുറയാം എന്നുള്ളൊരു വ്യത്യാസം. മറ്റേ പാറപ്പുറത്ത് വീണ നെൽക്കതിര് പോലെ വെയിൽ വന്നപ്പോ ഉണങ്ങിപ്പോയി. അതെ, പല വഴിയരികില് വീണ വിത്ത് പാറപ്പുറത്ത് വീണത് അല്ലെ ഫൗണ്ടേഷൻ. എനിക്ക് തോന്നുന്നു ഈ ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ പാറപ്പുറത്ത് വീണ വിത്ത് പെട്ടെന്ന് മുളച്ചു പൊങ്ങിയെങ്കിലും ഇതുപോലെ ചാലഞ്ച് പ്രതിസന്ധി വന്നപ്പോ വീണുപോയെ. ഈ ഫൗണ്ടേഷൻ ശരിക്കും വരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയും ബൈബിളിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ തന്നെയല്ലേ. അപ്പോ സ്പിരിച്വാലിറ്റി, ഞാൻ സ്പിരിച്വൽ ആണ്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മിസ്സായി പോകുന്നതും ഈ ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കും. പിന്നെ ഫൗണ്ടേഷൻ മിസ്സായി പോകുമ്പോഴായിരിക്കും നമ്മൾ ചാലഞ്ച് വരുമ്പോ ഇനി കർത്താവില്ല, എനിക്കിങ്ങനെ പറ്റി, ഇനി വേണ്ട കർത്താവ്, ആ ഒരു അത്രയും പെട്ടെന്ന് ഇതായി പോകുന്നത്. അതെ, നേരത്തെ ജോയല് പറഞ്ഞല്ലോ, അതായത് കുറെയൊക്കെ ഞാൻ എന്ന് വരുന്ന ഒരു കാര്യം. ശരിക്കും നമ്മൾ ഈ ഐ ആം സ്പിരിച്വൽ ബട്ട് നോട്ട് റിലീജിയസ് എന്ന് പറയുന്നിടത്ത് അടിസ്ഥാനപരമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അത് ആ വ്യക്തി ചെയ്യുന്നത് അവനവന് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലും ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ എനിക്ക് വേണ്ടിയിട്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു, ഞാൻ അതിനെ ആരാധിക്കുന്നു. ഇറ്റ് ഇസ് ലിറ്ററലി ലൈക്ക് നമ്മൾ പഴയ നിയമത്തിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ കാളക്കുട്ടിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരതിനെ ആരാധിച്ചു. ഓക്കെ, പക്ഷെ അതല്ലായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. അതാണ് ഇങ്ങനെ മോശ കൽപ്പനകളൊക്കെ കിട്ടി ഇറങ്ങി വരുമ്പോഴത്തേനും അല്ലെ, നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടാവും ചിലപ്പം, അത് കണ്ട് ഇങ്ങനെ ഹൃദയം തകർന്ന് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. കാരണം അത്ര നേരം ദൈവത്തിന്റെ അടുത്ത് ഇരുന്ന് കിട്ടിയ 10 കൽപ്പനകളും കൊണ്ട് വരുമ്പോഴാണ് ഇവർ ഇത് ചെയ്യുന്നത്.
അപ്പം അതിന്റെയൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ സ്വർണ്ണം എടുത്ത് ഒരുക്കിയ കാളക്കുട്ടീനെ ഒന്നും ഉണ്ടാക്കണില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊക്കെ ഈ പറഞ്ഞ പോലെ എപ്പോഴൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. ദൈവം എന്ന് പറയുമ്പോൾ സത്യം, ആ എസ്തർ പറഞ്ഞ പോലെ ആ ദൈവം മനുഷ്യ മക്കൾക്ക് ഇതാണ് സത്യം, ഇതാണ് സത്യ ദൈവം എന്ന് വെളിപ്പെടുത്തിയ ആ സംഭവത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എനിക്കിഷ്ടമുള്ള പോലെ ഒരു വിഗ്രഹത്തെ ഞാൻ ഉണ്ടാക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പം അത് അതിനാൽ തന്നെ ഒരു തെറ്റാണ്, ആദ്യ കൽപ്പനയുടെ ഒരു ലംഘനമാണ് അല്ലെ. ഈ ഒരു കൽപ്പനയെ തന്നെ നമ്മൾ തെറ്റിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ. അപ്പം അവിടെ തെറ്റിക്കുമ്പം എന്റെ ദൈവം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവമാണെങ്കിൽ എന്താണ്, ഞാൻ എന്റെ ദൈവമായിട്ട് മാറുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളൊന്നും അല്ല ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പർദീസായിലേക്ക് നോക്കിയാലും ഇതൊക്കെ തന്നെ. ഇപ്പൊ നമ്മൾ ഈ ലൂസിഫറിന്റെ കഥയൊക്കെ കേൾക്കുന്ന പോലെ അവന്റെ ഇഷ്ടം നടന്നില്ല, അവൻ വിചാരിച്ച പോലെ ദൈവം അവനെ ചെയ്തില്ല, അപ്പം അവനത് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അവിടെ നോട്ട് തുടങ്ങുന്നു. അപ്പം അവിടെ നിന്ന് എപ്പോഴാണോ മനുഷ്യൻ ദൈവത്തിന് ദൈവമായിട്ട് അംഗീകരിക്കാതെ ഈ ദൈവം എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എസ്തർ നേരത്തെ പറഞ്ഞു സ്നേഹത്തിന്റെ ഒരു സംഭവം, നമ്മൾ ദൈവത്തിന്റെ മക്കളാന്നുള്ള ഒരു ചിന്തയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതൊരു സ്നേഹത്തിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഇങ്ങനെ കുറെ നിയമം പാലിക്കാൻ വന്നു, എന്നെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് തിരിയാ. ശരിക്കും പറഞ്ഞ അങ്ങനേ അല്ല, ശരിയായ അറിവില്ലാത്തത് കൊണ്ട്. അതെ, നമ്മളിങ്ങനെ പറയുമല്ലോ. ഇപ്പൊ എന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഞാനിങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഈശോ സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാന് കുർബാനയ്ക്ക് തിരുസഭ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഒരു നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ആ മൊമെന്റിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ദൈവാനുഭവം, ക്രിസ്റ്റി നീ എന്തായിരിക്കുന്നു അതുപോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അത് എനിക്ക് പറയാൻ പറ്റും, ഒരു മനുഷ്യനിലും ഞാൻ ആ ഒരു ക്വാളിറ്റി കണ്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിന്നാൽ ചിലപ്പോൾ എന്നെ സ്നേഹിക്കുമായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഒരു കണ്ടീഷണൽ ലവ് ആണ് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും മനുഷ്യരുടെ അടുത്തുനിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാനായിരിക്കണ പോലെ എന്റെ കുറവുകളോടെ, എന്റെ കുറ്റങ്ങളോടെ, എന്റെ എല്ലാ അൽക്കുലത്തുകളോടെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്റെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത്. ഇന്നൊരു വെള്ള ഉടുപ്പിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോ ഒരു വചനം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാനൊക്കെ. കാരണം എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഇത്രയും മാറ്റുന്ന, അല്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് ലോകത്തിൽ എന്തിനോടും അത് തുലനം ചെയ്യാൻ എനിക്കില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഒരു യൂട്ടേൺ എടുത്ത്, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തില്ലായിരുന്നോ ഡേറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മള് ഓക്കെ. അപ്പം അതില് ഞാനും തീക്ഷ്ണമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ച് നടന്നിരുന്ന ഒരു ആളാണ്. ഓക്കെ, അപ്പം അതിൽ നിന്നൊക്കെ അത്രയും കർത്താവ് എന്നെ മാറ്റി. അപ്പൊ ഞാൻ ആലോചിക്കും, ദൈവമേ, അപ്പൊ എന്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമുള്ളൂ അന്ന് തൊട്ടിട്ട്, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈ ദൈവത്തിന്റെ സ്നേഹം എവ്രിബഡി ഷുഡ് നോ. ആ സ്നേഹം വന്നു കഴിയുമ്പോ ഈ പറഞ്ഞ ഈ നമ്മൾ കുർബാന എന്നൊക്കെ പറയുമ്പം അതിന്റെയൊക്കെ കുറേം കൂടെ അടിസ്ഥാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ തിരുസഭ. കാരണം ഈശോ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നേരത്തെ ഞാൻ എസ്തർ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എസ്തർ പറയായിരുന്നു, സിസ്റ്റർ എനിക്ക് തോന്നുന്നു തിരുസഭ അപ്പൻ ഇങ്ങനെ മക്കൾക്ക് വിൽപത്രം എഴുതിയിട്ട് പോയ പോലെയാണ്. അതായത് ഈശോ കുരിശിൽ മരിച്ച് പോകുന്നതിന് മുമ്പായിട്ട് മക്കളെ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യണം അല്ലെ, നമ്മൾ വില്ലെഴുതും അല്ലെ, അപ്പൻ മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇനിയും ജീവിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങള് ഈശോയുടെ ഇഷ്ടമാണ്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ കൂടണം എന്നൊക്കെ എഴുതിയിട്ടുള്ള വിൽപത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ എഴുതി വെച്ചാൽ നിങ്ങൾ ഒരു വർഷത്തിൽ, കാരണം അപ്പനമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ വേറെ വേറെ ഇതിലാണല്ലോ. അപ്പൊ അവരൊക്കെ എങ്ങനെ ഒരുമിച്ച് നിൽക്കണം, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഇവരെ കൊണ്ടുവരാം, ഇവരെങ്ങനെ ഒരു ഐക്യത്തിൽ കൊണ്ടുപോവാം എന്നുള്ള അത് സാധാരണ ഒരു അപ്പൻ ചിന്തിക്കണ കാര്യമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു വിൽപത്രം എഴുതുന്നത്. പക്ഷേ പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് വിട്ട് പുത്രനെ തിരിച്ച് രക്ഷാകര ദൗത്യം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റെസ്റ്റ് ഓഫ് ദ പീപ്പിളിന് വേണ്ടിയിട്ട് ഈ രക്ഷാകര ചരിത്രം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ്. പത്രോസെ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ അതെ, അപ്പം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ബാക്കി അപ്പസ്തോലന്മാര്. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു ബേസിൽ പണിത് പിന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മാർപ്പാപ്പ, നമ്മളൊരു അജഗണമാണ്, നമുക്കൊരു ഇടയനുണ്ട്, ആൻഡ് വി ആർ ട്രാവലിംഗ് ടുവേർഡ്സ് ഹെവൻ. അപ്പം ഈ ഒരു കാഴ്ചപ്പാടൊക്കെ ഇപ്പോഴത്തെ കാലത്തില് ആർക്കും ഇല്ല. ഇപ്പൊ ആകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം. അതെ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ഇറ്റേണൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൽ ചെന്ന് ചേരേണ്ടവരാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി പണിത് വെച്ചിട്ടുള്ള സംഭവമാണ് ഈ കത്തോലിക്ക തിരുസഭ. ഈ കത്തോലിക്ക തിരുസഭയാണല്ലോ നമ്മളെ ഇങ്ങനെ സൺഡേ കാറ്റിസം, ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഒക്കെ നമ്മളെ ചെറുപ്പത്തിലെ പിരികേറ്റി സൺഡേ
കാറ്റഗിസത്തിന് പോകുമ്പോ ഞാൻ പണ്ട് ഓർക്കാറുണ്ട്, ദൈവമേ 9 മണിക്ക് പോയ 12 മണി 12 മണിയാകുമ്പോ ഓടും. കാരണം 12 മണിക്കാണ് അന്നത്തെ ദൂരദർശനിലെ ശക്തിമാൻ സീരിയൽ ഉള്ളത്. അപ്പൊ ശക്തിമാൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓടി എത്തണം വീട്ടില്. അതാണ് ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഓർക്കാൻ, നീ ഏതവനാണോ ഈ കാറ്റഗിസം കണ്ടുപിടിച്ചത്, അത് ഇത്ര നേരം എന്നൊക്കെ കുറെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ സാന്ദ്ര പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മാവിന്, ബിക്കോസ് വി ആർ സ്പിരിച്വൽ റൈറ്റ്, നമുക്കൊരു ആത്മാവൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അത് വിശ്വസിക്കാത്തവർക്ക് വേണമെങ്കിൽ പറയാം, ഈ ആത്മാവ് പോകുമ്പോഴാണല്ലോ നമ്മള് ശവ എപ്പോഴാണ് എടുക്കണമെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നത് ആ ഒരു ബേസിലാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ആത്മാവിന്റെ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് തിരുസഭ സ്ഥാപിച്ചു. അതിന്റെ കുറെ സംഭവങ്ങളാണ് എന്താ പറയുന്നത്, നമുക്കൊരു മാർപ്പാപ്പയുണ്ട്, കുറെ കർദിനാളന്മാരുണ്ട്, കുറെ മെത്രാന്മാരുണ്ട്, സഹായ മെത്രാന്മാര്, സഭകള്, പള്ളികള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കാറ്റഗിസം. ഇതിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ, ഈ കൂതാശകളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാ, നമ്മളെ പീഡിപ്പിച്ച് കൊല്ലാനാണോ? അല്ലല്ലോ, സ്നേഹിച്ച് കൊല്ലാൻ. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, കുമ്പസാരം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ഫ്രീ ആവുന്നത്? വേറെ എന്ത് ആക്ട് ചെയ്യുമ്പോഴും അവർക്ക് കിട്ടാത്തൊരു സ്വാതന്ത്ര്യമൊക്കെ കുമ്പസാരത്തിൽ ഈശോ, ഇത് ഫ്രീ ആണ് അല്ലെ? ഇത് എവിടെയെങ്കിലും ഇങ്ങനെ 50 രൂപ എത്ര രൂപ ഇട്ട് അല്ലെ? നമ്മളിപ്പോ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോണെങ്കിൽ അതൊക്കെ പെയ്ഡ് ആണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്ര മണിക്കൂർ പോയി കണ്ട് അവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പറയും ബാക്ക് ടു സ്ക്വയർ വൺ. ഈ അടുത്ത് അങ്ങനെ എന്തോ ഒരു തമാശ കേട്ടു, അതായത് എന്തോ ഒരു കാര്യമൊക്കെ ചെയ്യിപ്പിച്ചു ഇത്ര, എന്തോ കുറെ പിച്ച് കീറി കളയാനൊക്കെ പറഞ്ഞ എന്തോ സങ്കടങ്ങളൊക്കെ എഴുതി വെച്ച് പിച്ച് കീറി കളഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു മുറിയിലെത്തിയപ്പോ ഇപ്പൊ എന്തിനിപ്പോ ഞാൻ അത് കീറിക്കളഞ്ഞ ആലോചിച്ച ആൾക്ക് അതുവരെ ഉണ്ടായി റിലീഫൊക്കെ പോയി. അതോടുകൂടെ ആള് വീണ്ടും പിച്ച് കീറിയാലോ ഒന്നും അർത്ഥമില്ല, കാരണം പിച്ച് കീറിയതല്ലല്ലോ ആളുടെ ജീവിതം, പേപ്പറൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ബാക്ക് ടു സീറോ. അതെ. അപ്പൊ ശരിക്കും ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇപ്പം ദിവ്യകാരുണ്യത്തിൽ ഈശോയോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നതും, അതുപോലെ വിശുദ്ധ കുർബാനയില് നമ്മളെന്നും ശക്തി സ്വീകരിക്കുന്നതും അല്ലെ, കുറെ പേരുടെയൊക്കെ ലൈഫിൽ എനിക്ക് തോന്നുന്നു കുറെ അമ്മമാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി സാധനങ്ങളുണ്ടെങ്കിൽ ഇവര് പിടിച്ചു നിൽക്കണ ഒരു സാധനം ഈ വിശുദ്ധ കുർബാന. അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈശോ അപ്പമായിട്ട് ഇരുന്ന ഈശോ സ്വയം മുറിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾ എന്നെ പോലെ ചെയ്യുമെന്ന് പറയുമ്പോ നമ്മുടെ മാതൃക ആരാ? ഈശോ കാണിച്ചു തരുന്നത്. ശിഷ്യന്മാരോട് പറയാണ്, മക്കളെ നിങ്ങൾക്ക് ഞാൻ ഇത് തരാന്ന് പറഞ്ഞ ഈശോ പറയണേ, നിങ്ങൾ പരിത്യജിച്ച് വന്നിട്ട് കുരിശെടുത്തിട്ട് വായോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് നല്ല എളുപ്പമായി, ഈശോയ്ക്ക് ഇങ്ങനെ കുരിശ് തരാം അത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ദിവസം ഒരു വചനഭാഗം ഇങ്ങനെ ധ്യാനിക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് എന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ദുഃഖവെള്ളിയാഴ്ച ഈശോ കുരിശെടുത്തിട്ട് പോണേ. ഈ പറയുന്ന ഒരൊറ്റ ശിഷ്യനും കുരിശെടുക്കണേക്കാൾ മുമ്പ് ആര് കുരിശെടുത്തു? ഈശോ ലിറ്ററലി കുരിശെടുത്ത് കാണിച്ചു. അപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ ഗുരു തന്നെ ഇങ്ങനെ കാണിച്ചാൽ പിന്നെ ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത്രയും നല്ലൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ട് പറയാണ്, ഇനി പോവാണെങ്കിൽ കൂടെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. ഇതൊക്കെ വെച്ച് കത്തോലിക്ക സഭയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും കേട്ടോ, ഞാൻ പറഞ്ഞ നമ്മുടെ ആത്മാവിന്റെ കാര്യം മാത്രമല്ല, നമുക്ക് ശരീരത്തിന്റെ സൗഖ്യവും, അല്ലെങ്കിൽ കുറെ വചനങ്ങളൊക്കെ ഇല്ലേ, നിങ്ങളുടെ ശരീരത്തിന്റെ സൗഖ്യം, പാപങ്ങളേറ്റ് പറയുക, രോഗീലേപനം, അല്ലെങ്കിൽ കുംഭസാരം. ഈ കുംഭസാരം എന്ന് പറയണത് എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ വളരെ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി ഈശോ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സാന്ദ്രമോള് പറഞ്ഞ പോലെ സഹനങ്ങളെ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകാനുള്ള ഒരു കൃപയൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതാ. സഹനം ഇല്ലാത്ത, പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? എന്നെ ഒന്നും ആരും തൊടണ്ട. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട്, പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുമെന്ന് ചോദിക്കുമ്പോൾ ആരും കൈപൊക്കാറില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ആൻ പറഞ്ഞ പോലെ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു? ദൈവത്തിന്റെ കൂടെ വേണമെങ്കിൽ ഡീൽ ചെയ്യാം. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ അടുത്ത് എനിക്ക് ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ചിട്ടും ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന്റെ ഒരു വേറൊരു വ്യൂ പോയിന്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണ്. അതായത് ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മോനുണ്ട്. അപ്പൊ ഈ മോന് ഭയങ്കര എന്തോ ഒരു അസുഖമാണ്. അത്ര പ്രായമില്ല, ചെറിയ കൊച്ച. അപ്പൊ ഇവന് മരുന്ന് കൊടുക്കണം. ഇവൻ എന്ത് ചെയ്താൽ മരുന്ന് കൊടുക്കാൻ ഇവൻ വഴങ്ങി തരുന്നില്ല, അവന് ഇഷ്ടമില്ല മരുന്ന് കഴിക്കാൻ. അപ്പൊ ഇവർ രണ്ടുപേരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ട് ഇവൻ കഴിക്കാത്തതുകൊണ്ട് ലാസ്റ്റ് ഇവര് ബലപ്രയോഗം നടത്താമെന്ന് തീരുമാനിച്ചു. അതായത് ഒരാള് ഒരു കൈയും ഒരു കാലും പിടിക്കുന്നു, മറ്റേ ആളും കൈയും കാലും പിടിക്കുന്നു. അങ്ങനെ ഇവരിങ്ങനെ ഇവനെ കിടത്തി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവന് നമുക്ക് കൈയും കാലും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ ഇരിക്കാമല്ലോ. അപ്പൊ ഇവന്റെ വായലേക്ക് ഇത് കൊടുക്കണം. അപ്പൊ ഇവര് ആലോചിച്ചു, ഓക്കെ ഇവന്റെ വായൽ അപ്പൊ ഇവൻ വാ പൂട്ടിയിരിക്കുക. അപ്പൊ ഇവന്റെ വാ തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശ്വാസം വലിക്കണമല്ലോ, മൂക്കടച്ചു പിടിക്കണം. അപ്പൊ ഇവര് മൂക്കടച്ചു പിടിച്ചു. അപ്പൊ ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് വാ തുറന്നു. ഓക്കെ, അപ്പൊ വാ തുറന്നതിന് പിന്നെ ഇവരെങ്കിലും മരുന്ന് കഴിപ്പിക്കണം. അപ്പൊ ഇത് മാതാപിതാക്കൾ ഇവന്റെ നന്മയെ കരുതി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ,
പക്ഷെ നിങ്ങൾ ആ കൊച്ചിന്റെ ആംഗിളിലൊന്ന് ചിന്തിക്കൂ. ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന എന്റെ അപ്പൻ എന്റെ അമ്മ ഇവർ രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാൻ നോക്കുക. അതും രണ്ടു കൈ രണ്ടു കാലം ബലമായി പിടിച്ച് അവന്റെ മൂക്കും പൊത്തി പിടിച്ച് ഇനി എന്ത് ചെയ്യും? അവന്റെ കുഞ്ഞി ശരീരത്തിൽ അവൻ മാക്സിമം നോക്കിയിട്ട് അവൻ അത് ഇന്ന് രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ നൈസായിട്ട് ആ മരുന്ന് അവന്റെ വായിലേക്ക് ഒഴിക്കുന്നു. അപ്പൊ ശ്വാസം വലിക്കണമല്ലോ ജീവിക്കണമെങ്കിൽ. ഒരു മരണപ്രാളത്തിൽ അവൻ എങ്ങനെയോ അത് ഇറക്കി. എന്നിട്ട് പിന്നെ അപ്പൊ വീണ്ടും ശ്വാസം കിട്ടി. പക്ഷെ നമ്മൾ എന്ത് പറയും? ഈ അപ്പനും അമ്മയും അവനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ഈ ഒരു അപ്പനും അമ്മയ്ക്ക് ഒരു ബോധ്യമുണ്ട്, ഇത് കഴിച്ച് അവൻ സൗഖ്യം കിട്ടിയാലാണ് അവൻ പഴയ പോലെ ഓടിച്ചാടി സന്തോഷമായിട്ട് നടക്കത്തുള്ളൂ. പക്ഷെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒട്ടും മനസ്സിലാക്കാനല്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ ഇവരെന്ത് മനുഷ്യരാണ്, ഇവരെന്നെ കൊല്ലാക്കൊല ചെയ്യിക്കുവാണല്ലോ എന്നാണ് അവന്റെ ചിന്ത. പക്ഷെ തീർച്ചയായിട്ടും ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരുന്ന് തരുന്നതും കഴിക്കുന്നതും എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നുള്ള പിന്നീട് ആലോചിച്ചപ്പോൾ അവൻ അവരോട് വേണമെങ്കിൽ ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും. അതായത് അന്ന് അവരങ്ങനെ എനിക്ക് മരുന്ന് തന്ന് ഞാനത് സമ്മതിച്ചില്ലെങ്കിലും അവരത് എനിക്ക് തന്നത് കൊണ്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഒരു പ്രായം വരെ നമ്മളുടെ പ്ലസ് ടു വരെ അല്ലെങ്കിൽ നമ്മളെ കാറ്റഗിസം പഠിപ്പിക്കുന്നതും സഭയിൽ കുറെ കാര്യങ്ങൾ നമ്മളെ എല്ലാം ഞായറാഴ്ച പള്ളി വരണം, ഉറങ്ങാൻ സമ്മതിക്കില്ല, പൊക്കി എടുത്തുകൊണ്ട് പള്ളിയിൽ പോകുന്നു, കുടുംബ പ്രാർത്ഥന, കുംഭസാരം, അല്ല ചിലപ്പോ നമ്മൾ മുങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഓരോ ആന്റിമാരും അങ്കിൾമാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതെ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഇതൊക്കെ നമ്മുടെ ആത്മാവ് ഏറ്റവും നന്നായിട്ട് രക്ഷപ്പെടണം, സന്തോഷമായിട്ടും ദൈവത്തിൽ സമാധാനത്തിൽ ജീവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ ചട്ടക്കൂടുകൾ എന്നതിന്റെ അപ്പുറത്തേക്ക് അത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയതായിട്ടുള്ള ഒരു സെറ്റപ്പാന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പിതാവായ ദൈവം നമ്മള് മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് എന്തെങ്കിലും പാപത്തിന്റെ കറിയോ കളങ്കമോ ഒക്കെ വരുമ്പോ ചിലപ്പോൾ നല്ല അടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്ന് നമ്മളെ ശിക്ഷണത്തിൽ വളർത്തണം, നമ്മൾ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ കിടക്കട്ടെ, പാപഭാരത്താൽ ഇങ്ങനെ അലിഞ്ഞ് നടക്കട്ടെ എന്നൊന്നും ദൈവം വിചാരിക്കുന്നില്ല. അപ്പൊ അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എസ്തർ പറഞ്ഞ കുറച്ച് മാൻഡേറ്ററി ആക്കി കുർബാന വെച്ചിരുന്നു, അല്ലെങ്കിൽ കാറ്റഗിസം ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒക്കെ ഞാനൊക്കെ കാത്തിരിക്കുന്നു പ്ലസ് ടു കഴിയാനായിട്ട്. പ്ലസ് ടു കഴിഞ്ഞ പിന്നെ ഈ കാറ്റഗിസം ഒന്നും പറഞ്ഞ് പോകണ്ടല്ലോ, അപ്പൊ ഉണ്ടടാ ACC തുടങ്ങിയെന്നൊക്കെ കേട്ടു. പിന്നെ അതിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു അന്ന് കാലത്ത്. അന്ന് അത് മാൻഡേറ്ററി ഒന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നെ പറയണോ, പിന്നെ ഞാൻ ഈ ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോ, അതായത് ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്താണ് എന്റെ ദൈവാനുഭവത്തിന്റെ ഭയങ്കര സംഭവം. ഓക്കെ, അപ്പൊ എനിക്ക് ദൈവത്തിനോട് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഭയങ്കര ഇഷ്ടം വന്നതിന് ഞാൻ ആദ്യം ചെയ്തത് 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കും വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ശരിക്കും പഠിച്ചപ്പോ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, ഞാൻ ചെയ്തൊരു കാര്യമാണ്. കാരണം കാറ്റഗിസം ടെക്സ്റ്റ് ബുക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഓക്കെ, 1ാം ക്ലാസ്സിൽ ദൈവസ്നേഹമാണ് സൃഷ്ടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പൊ ഞാനിങ്ങനെ യേശുവാണ് ഏകരക്ഷകൻ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് സൗഖ്യം തരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈശോ സഭ സ്ഥാപിച്ചത്, ഇതിലൂടെ എന്താണ് നടക്കുന്നത്, ഈ രക്ഷാകര കർമ്മം ഇപ്പോഴും തുടരുന്നത് സഭയിലാണല്ലോ, അപ്പൊ അതിന്റെ ഭാഗമാണല്ലോ നമ്മള്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പം ഞാൻ ഓർത്ത് അന്ന്, പക്ഷെ കോമഡി എന്നാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലും ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചിട്ടാ ഞാൻ പഠിച്ചതെന്ന് ചോദിച്ചാ അത് എനിക്ക് പറയാനുമില്ല. അതായത് നമ്മൾ ഈ അർത്ഥം അറിഞ്ഞ് നമ്മൾ അത് അനുഭവിച്ച് പഠിക്കുന്നതും അല്ലാത്തതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അന്ന് ഞാൻ എല്ലാ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതേമേ, കാരണം അത് എനിക്ക് ആ അനുഭവം കിട്ടി. എന്റെ ഈശോ ആണ് എന്നെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ പാപങ്ങൾക്ക് മോചനം തരുന്ന. പുറമെ നമുക്ക് കട്ട് ചെയ്യാന്നൊക്കെ തോന്നിയാലും ദാറ്റ് ഈസ് ദ ട്രൂത്ത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ ഒരു സംഭവം ഇനി ഇവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിക്കണം. കാരണം ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനോട് നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ദൈവം പണിത് വെച്ചിരിക്കുന്ന സെറ്റപ്പാണ് തിരുസഭ. അതുകൊണ്ടാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത് എന്ത്, പള്ളിയിൽ വായോ അല്ലെ, സഭ പഠിപ്പിക്കുന്ന തിരുസഭയുടെ കൽപ്പനകളൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ ഈശോ വിശുദ്ധ കുർബാന സ്വീകരിക്കണേക്കാളും നമ്മളെ പഠിപ്പിക്കുമല്ലോ. അപ്പം ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ എന്നാ അത്ര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മൾ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടി ദൈവത്തെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതും പറഞ്ഞു കൊടുക്കാനുള്ളത് ഇത് തന്നെയാണ്. ദൈവം ഇനി ഈ ഈശോയുടെ രക്ഷാകര ദൗത്യം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച് സ്വന്തമാക്കാനുള്ള ദൗത്യം വെച്ചിരിക്കുന്നത് തിരുസഭയിലാണ്. അപ്പൊ ആ തിരുസഭ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാന്നുള്ള തിരിച്ചറിവ്. ഇപ്പൊ മറ്റേ കുട്ടീനെ മരുന്ന് കൊടുത്ത് അപ്പനമ്മയെ പിടിച്ച്
അതൊരു കാലം. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോഴും ഞാൻ ഓർക്കാം ഈ അടുത്ത് എൻ്റെ ഒരു പെൺകുട്ടി വേറെ ഒരു ഡിനോമിനേഷനാണ്, ക്രിസ്ത്യൻ ആണ് പക്ഷെ കാത്തലിക് അല്ല. അപ്പൊ ആ കൊച്ച് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഒരു ധ്യാനം കൂടാൻ ഇട വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം എന്ന് ചോദിച്ചപ്പം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഈ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഇത് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും. അപ്പം ഇങ്ങനെ ഒരു അല്ലെ, അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചു എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെ ഓരോ ധ്യാനത്തിനൊക്കെ കൊണ്ടുവരുമ്പം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, ഓ ഇത്രയും ഈ ലോകത്തിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇത്ര മനോഹരമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഇതൊക്കെ ദൈവികമായിട്ട് ചിന്തിച്ച് അത്രയും നല്ല കാഴ്ചപ്പാടുകളും പറഞ്ഞു കൊടുത്ത് ആത്മാവിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ല സഭ, ഇതൊരു ഭയങ്കര സെറ്റപ്പ് ആണല്ലോ എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തിരുസഭേനെ കുറിച്ച് എസ്തർ പറഞ്ഞ പോലെ അറിയാത്തോണ്ടായിരിക്കും എന്തോരം റിച്ച് ആണുള്ളത്. എത്ര നമ്മുടെ വിശുദ്ധന്മാരും വൈദികരും നിങ്ങള് നല്ല വിശുദ്ധര സിസ്റ്റർമാരും ഉദ്ദേശിക്കണ ഞങ്ങളെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുമല്ല, അൽമാരെല്ലാം കൂടിയതാണ് തിരുസഭ. പക്ഷെ അതില് കർത്താവ് വെച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ രക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം അത് കണ്ടെത്താൻ തുടങ്ങി കഴിയുമ്പോൾ അത് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. അത് നമ്മൾ അനുഭവിച്ചാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് ബാക്കിയുള്ളവരോട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ജോയലൊക്കെ ചെയ്യുന്ന പണീനെ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യണം അല്ലെ. എല്ലാ ഞായറാഴ്ച അവനെ പൊക്കി വിളിക്കുന്നുണ്ടല്ലോ, എന്തായാലും നീ വിളിയൊന്നും നിർത്തണ്ട. തായ്തണ്ടിനോട് ചേർന്ന് നിന്നാലല്ലേ ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ. ഞാൻ ഈ CCC ഒരു ഭാഗം വായിക്കുമായിരുന്നേ. എസ്തർ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യം അതില് CCC പോയിന്റ് 755 ഇങ്ങനെ പറയുവാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുന്തിരിത്തോട്ടം എന്ന പോലെ സ്വർഗീയ കൃഷിക്കാരൻ കൃഷി ചെയ്തിട്ടുള്ളതാണ് തിരുസഭ. യഥാർത്ഥ മുന്തിരിച്ചെടി ക്രിസ്തുവാണ്. അവിടെ നിന്നാണ് അതിന്റെ ശാഖകൾ, അതായത് സഭയിലൂടെ അവിടുന്ന് നിലനിൽക്കുന്ന നമുക്ക് ജീവനും ഫലസമൃദ്ധിയും നൽകുന്നത്. അവിടുത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മുന്തിരിച്ചെടിയും ശാഖകളും യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില് ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ ശാഖകൾക്കൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റണേ. അതിനാൽ തന്നെ ഒരു എക്സിസ്റ്റൻസ് ഒന്നും ഇല്ല. അപ്പം ഈശോ എന്ന് പറയുന്നത് ഈശോയുടെ ഗാത്രം, അല്ലെങ്കിൽ ഇപ്പം പൗലോസിനോട് പറയത്തില്ലേ, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. ആക്ച്വലി സാവൂൾ പൗലോസ് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ അത് ഈശോ പറയാണ്, ഞാൻ ശിരസാണെങ്കിൽ എന്റെ ശരീരമാണ് തിരുസഭ. അപ്പൊ അതുകൊണ്ട് ഈസ് ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ A=C ഈ കോണ്ടെക്സ്റ്റില്. അപ്പം ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. അതല്ലാതെ എന്റേതായ ഒരു സ്പിരിച്വാലിറ്റിയും എന്റേതായ ഒരു റിലീജിയനും ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് അത് സത്യത്തിന്റെ പുറത്തല്ലാത്തത് കൊണ്ട് തന്നെ അത് വിജയിക്കുകയല്ല, അത് ഒത്തിരി കൺഫ്യൂസിംഗ് ആയിരിക്കും, എററായിരിക്കും. ഇനി സംശയമുള്ളവർ ഈ പറഞ്ഞതൊക്കെ ChatGPT-യോട് വേണമെങ്കിൽ ചോദിച്ചോ, ChatGPT ഇതൊക്കെ തന്നെ പറയും. നമ്മൾ നമ്മുടെ അല്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആരുടെയാണ് എസ്തർ? ദൈവത്തിന്റെ. ദൈവമല്ലേ നമ്മുടെ എല്ലാം. അത് ഇത്തിരി പഞ്ചില് പറയാതെ പറയാതെ അത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചേ. വി ബിലോങ് ടു ക്രൈസ്റ്റ്. നീ എന്റേതാണെന്നാണല്ലോ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തില് ദൈവം പറയണേ. അപ്പൊ ഈ നഷ്ടപ്പെട്ടു പോയ നാണയം കണ്ടെത്തുമ്പോഴും ഈ മറ്റേ ഒരു ആലയിന്ന് നഷ്ടപ്പെടുമ്പോ പുറകെ പോണതും ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം, ഇതൊക്കെ സ്വന്തം ആയതുകൊണ്ടാണല്ലോ. സ്വന്തം നാണയം നഷ്ടപ്പെട്ടപ്പോഴും സ്വന്തം ആട് പോയപ്പോഴും സ്വന്തം മോൻ പോയി തിരിച്ചു വന്നപ്പോഴും അപ്പൊ ആ ഒരു ബിലോങ്ങിങ്നെസ് കത്തോലിക്ക സഭയിൽ കാണാൻ പറ്റും. അല്ല, നമ്മളെ വിശ്വാസ പ്രമാണത്തിലൊക്കെ നമ്മൾ ഏറ്റു പറയുന്ന ഒരു കാര്യം കൂടിയാണല്ലോ നമ്മള് സഭയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു നിർബന്ധിക്കുന്ന ഒരു ചട്ടക്കൂട് എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു സ്നേഹക്കൂടാണ് അല്ലെ. തിരുസഭ എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിലേക്ക് നമ്മളെ ഈശോയുടെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അപ്പനിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഈശോ ആണ് വഴി. ഈശോ കാണിച്ചു തരുന്നത് പിതാവിനെ, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. ആ ഒരു ദൈവത്തിന്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുകയും ആ സ്നേഹത്തിൽ വളരാനും നമ്മുടെ ആത്മാക്കളെ അവസാനം രക്ഷിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. അപ്പൊ ജോയല്, നീ അവനെ വിളിക്കുന്നത് നിർത്തിയേ ചെയ്യരുത്. അവനെ എന്നും എല്ലാം ഞായറാഴ്ച വേണമെങ്കിൽ എന്നും അവര് വിളിച്ചു ചോദിച്ചോ നീ പള്ളി വരുന്നില്ല, നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹമുള്ള ശല്യപ്പെടുത്തലായി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.